താനെന്തെങ്കിലും പോന്നേ? സാധനങ്ങൾ എടുത്തില്ലേ? സാധനങ്ങളൊക്കെ എടുത്തു സർ. ബില്ല് ഞാൻ കൊടുത്തിരിക്ക. എല്ലാ സാധനങ്ങളും എടുത്തല്ലോ? അതോ പണം കൊടുക്കുന്നത് ഞാനായതുകൊണ്ട് എല്ലാ സാധനങ്ങളും ലിമിറ്റ് ചെയ്തോ? എല്ലാം എടുത്തിട്ടുണ്ട് സർ. മുത്തശ്ശിയും പിള്ളേരൊക്കെ നല്ല സന്തോഷത്തില്. അവര് ഇന്നുവരെ കാണാത്ത കാഴ്ചകളൊക്കെ അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നേ. സർ, എന്താടു? ടെക്സ്റ്റൈൽസിൽ വെച്ച് സാർ എന്തിനാ വെങ്കടേഷ് സാറിന്റെ മകനെ ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തന്നെ? എന്തുപറ്റി അങ്ങനെ ചോദിക്കാൻ? സാറും അയാളും കൂടി സംസാരിക്കുന്നത് ഞാൻ നേരത്തെ കണ്ടിരുന്നു. അച്ഛനോടും മുത്തശ്ശിയോടൊക്കെ ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞതാ ഞാൻ. സാറിന്റെ ഭാര്യയും ഭാര്യയുടെ കുടുംബം എന്ന് പറഞ്ഞിട്ട് അത്രയും വലിയൊരു മനുഷ്യൻ ഞങ്ങളെ കാണണ്ടല്ലോ എന്ന് കരുതിയാ. ഓ, അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം നടന്നോ? നന്ദിനി, ശരിക്കും താൻ എന്നെ കുറിച്ച് എന്താ കരുതി വെച്ചിരിക്കുന്നത്? ഞാൻ തന്റെയും തന്റെ കുടുംബത്തിന്റെയും മുന്നിൽ വെച്ച് മാത്രം സിമ്പിളായിട്ട് പെരുമാറുന്നു. ബാക്കിയുള്ളിടത്തൊക്കെ ഒരു സമ്പന്ന വീട്ടിലെ ആളെ പോലെയാണെന്നോ? ഇല്ല സർ, എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പോലും ഞാൻ സാറിനൊരിക്കലും ചേരാത്തവളാന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരിക്കലും അങ്ങനെ തോന്നുകയില്ല. തനിക്ക് എന്താ കുറവ്? താൻ നന്നായിട്ട് സംസാരിക്കില്ലേ? മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ പെട്ടെന്ന് തന്റെ മനസ്സലിയില്ലേ? ഇല്ലേ? അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാവില്ലേ? നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. വിശന്നിരിക്കുന്ന ഒരാളെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ അറിയാം. ഇതിനിടയിൽ എവിടെയാണ് തന്റെ കുറവ്? പിന്നെ പണം, അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് കരുതുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്കങ്ങനെയല്ല. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പണമാണ്. ഏറ്റവും കൂടുതൽ ഗുണമില്ലാന്ന് തോന്നിയിട്ടുള്ള കാര്യവും പണമാണ്. എടോ, ചിലപ്പോൾ ഞാൻ തന്നെ പോലെ ഒരു കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ അനിയത്തിമാരെ ചേർത്ത് പിടിച്ച് അവരുടെ സ്വപ്നങ്ങളൊക്കെ കേട്ട് അതൊക്കെ നടത്തി കൊടുത്ത് തന്നെ പോലെ നടന്നേനെ. അത് പോട്ടെ. തനിക്ക് എൻ്റെ മനസ്സിൽ നിന്നാണ് ഉത്തരം വേണമെങ്കിൽ ഞാൻ തന്നോട് വ്യക്തമായിട്ടൊരു കാര്യം പറയാം. ഞാൻ എന്നേക്കാൾ കുറച്ച് തന്നെ കണ്ടിട്ടില്ല. പല കാര്യങ്ങളിലും എന്നേക്കാൾ മികച്ചവളാണ് താനെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. മൊത്തത്തില് താൻ കൊള്ളാം. വിവേകവും ആരതിയൊക്കെ കൂടെ പറയുന്നത് കേട്ടിട്ടില്ലേ? നന്ദിനിയെ പോലെ ഒരുത്തിയെ കിട്ടാൻ സൂര്യ ഭാഗ്യം ചെയ്തിരിക്കണമെന്ന് എനിക്കത് തോന്നിയിട്ടുണ്ട് എപ്പോഴൊക്കെയോ. വാ പോ. ഹലോ മാഡം. എന്താ കനകെ, എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങള്? അവള് പോയോ നന്ദിനി? നന്ദിനി വീട്ടിലേക്ക് പോയി. സന്തോഷം. പറഞ്ഞു വിട്ടതാണോ അതോ സ്വയം പോയതാണോ? അങ്ങനെയല്ല മാഡം. നന്ദിനിയുടെ വീട്ടിൽ എന്തോ വലിയ പ്രശ്നം നടന്നിട്ട് സൂര്യ സാറ് നന്ദിനിയും കൂട്ടി അവിടേക്ക് പോയതാണ്. എന്നിട്ട് നന്ദിനിയുടെ വീട്ടുകാരെ സൂര്യ സാർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. എവിടെ? സൂര്യയുടെ വീട്ടിലേക്കോ? അല്ല മാഡം, അവർക്കിവിടെ സിറ്റിയിൽ പുതിയൊരു വീടെടുത്തിട്ടുണ്ടെന്നാ പറയുന്നേ. സൂര്യ സാറും ആ വീട്ടിലാ ഉള്ളത്. സൂര്യ അവളുടെ വീട്ടിലോ? അതെങ്ങനെ ശരിയാവാ? അതെന്നോട് ചോദിച്ചിട്ട് എന്തിനാ? അറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. മിക്കവാറും എനിക്ക് തോന്നുന്നതേ ഈ വീട്ടിൽ ഇനിയൊരു പിണക്കം നടന്ന സൂര്യ സാറ് നന്ദിനിയുടെ വീട്ടിലേക്ക് താമസം മാറുമെന്നാ. മിണ്ടാതിരിക്കടി. നീയാണോ സൂര്യ മാറ്റി താമസിപ്പിക്കുന്നേ? അവർ ഈ നാട്ടിലുണ്ടെങ്കിൽ അത് പ്രശ്നോ? അവരിവിടെ അവളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവൾ ഈ നാട് വിടില്ല. ഓ, സൂര്യയുടെ വീട്ടിൽ നിന്നിറങ്ങിയ അവള് സ്വന്തം വീട്ടിൽ പോയി നിൽക്കില്ലേ? പക്ഷെ മേഡം വിചാരിച്ച അതില്ലാതാക്കാൻ പറ്റുമല്ലോ. എങ്ങനെ? അതെനിക്കറിയില്ല. പക്ഷെ മേഡം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാണുമ്പോ ഇങ്ങനെ ഭൂലോകത്താരെ കൊണ്ടും പറ്റില്ലെന്ന് തോന്നാറുണ്ട്. ആ കുടുംബം ഈ നാട്ടിൽ വന്ന് താമസിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ കരുതി ഇനി അവർക്ക് ഗതികേടായിരിക്കുമെന്ന്. അവരുടെ പിറകെ മിത്ര മേഡം ഉണ്ടാകുമെന്ന്. ഉണ്ടാകും.
സൂര്യ പോകുന്ന ഏത് വഴിയിലും ഞാൻ ഉണ്ടാകും. സൂര്യയുടെ വീട്ടിൽ നിന്ന് അവളെ ഓടിച്ചു വിട്ടാൽ പ്രശ്നങ്ങൾ തീർന്നു എന്ന് കരുതിയതാ. ഓ, ഇനിയിപ്പോ അവളുടെ കുടുംബം കൂടിയുണ്ട്. ആ, നീ ഫോൺ വെച്ചോ. എന്താ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, ശരി മാഡം. സൂര്യയുടെ വീട്ടിൽ നന്ദിനി വേറൊരു വേലക്കാരി മാത്ര. പക്ഷെ സൂര്യ നന്ദിനിയുടെ വീട്ടിലെത്തുമ്പോ അത് മാറും. അതൊരിക്കലും സമ്മതിച്ചൂടാ. ഇവിടെ നോക്കിയാ ഈ നഗരത്തിന്റെ ഒരുപാട് ദൂരേക്ക് കാണാല്ലേ സർ? പിന്നെ ഈ 10ഉം 16ഉം നിലയുള്ള ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ആളുകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് ഈ നഗരത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല, നഗരം മുഴുവൻ കാണും. ചേട്ടാ, ഇവിടെ ആൾക്കാര് ടെറസിന്റെ മുകളില് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യോ? അതിനെന്താ? അല്ല, എല്ലാവരും വലിയ അച്ചടക്കമുള്ള ആളുകളല്ലേ? അതെ, ഈ നാട്ടിൻപുറത്തെ പോലെ എല്ലാവർക്കും എല്ലാവരും അറിയാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാവരുടെയും കാര്യത്തിൽ താല്പര്യവും ഇല്ല. പക്ഷേ സ്വന്തം വീടിനകത്ത് എല്ലാവരും കളിക്കും, ചിരിക്കും, ബഹളം വയ്ക്കും. അയൽവാസികൾക്ക് പോലും അതൊന്നും അറിയില്ല എന്നതാണ് സത്യം. ഞാൻ സാറിന്റെ വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതുവരെ ഓരോ അയൽപ്പക്കക്കാരും നമ്മുടെ വീട്ടിലേക്ക് വരുന്നതോ നമ്മുടെ വീട്ടിൽ നിന്നും വേറൊരു അയൽപ്പക്കത്തേക്ക് പോകുന്നതോ ഞാൻ കണ്ടിട്ടില്ല. യെസ്, അതാണ് പോയിന്റ്. ഇവിടെ എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. വേറെ ആരുടെയും കാര്യം അറിയാൻ താല്പര്യമേ ഇല്ല. എന്തിന് തൊട്ടടുത്ത വീട്ടിലൊരു മരണം നടന്ന അന്നത്തെ ദിവസം അതറിയാത്ത അയൽപക്കത്തുകാരും ഉണ്ട്. ഇവിടെ ലൈഫ് ടോട്ടൽ ചേഞ്ചാ. പതുക്കെ പതുക്കെ മുത്തശ്ശിയും പിള്ളേരും സിറ്റിയിലെ ലൈഫൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങും. പക്ഷെ നിങ്ങക്ക് ബോറടിക്കുന്നുണ്ട് ചേട്ടാ. ഇത്ര പെട്ടെന്നോ? ഓക്കെ, ഈ ബോറടി മാറ്റാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. വേണമെങ്കിൽ പുറത്തേതെങ്കിലും മോളിൽ പോയി കറങ്ങിട്ട് വരാം. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ആവശ്യത്തിന് കറങ്ങി വന്നാലേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, ഈ വീടിനകത്ത് തന്നെ കളിക്കാവുന്ന. അപ്പൊ ഒരു എൻജോയ്മെന്റും ആവും, നിങ്ങളുടെ ബോറടി മാറി കിട്ടും. അങ്ങനെ ഇപ്പൊ എന്താ, നമ്മുടെ നാട്ടുമ്പുറത്തെ കളിയൊക്കെ സിറ്റിയിൽ ആരെങ്കിലും കളിക്കോ? സിറ്റിയിൽ ആരും കളിക്കണ്ട, പക്ഷേ നമ്മൾ കളിക്കും. ഒരു കാര്യം ചെയ്യാം, അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ ഒരു കണ്ണുകെട്ടി കളി കളിച്ചില്ലേ, നമുക്കത് കളിച്ചാലോ?